നാരായണ ഗുരുവായൂരപ്പ കൃഷ്ണ കൃഷ്ണ. എടാ എന്റെ ഉടുക്ക് കണ്ടില്ലല്ലോ, ഇതാരെടുത്തോണ്ട് പോയി? എന്റെ പൊന്നു മക്കളെ, ഭഗവാനെ ചതിക്കല്ലേ, എന്റെ ഉടുക്കിങ്ങി വന്നേരെ. വെള്ളം കുടിക്കാന്ന് വെച്ച് കുത്തിക്കിരിക്കല്ലേടാ. എന്റെ പൊന്നു പറഞ്ഞ ചതിക്കല്ലേ. നിനക്ക് വിശക്കുന്നെങ്കിൽ എന്റെ ചങ്കെടുത്ത് തരാം, എന്നാലും എന്റെ ഉടുക്ക് മാറി പൊട്ടിക്കല്ലേടാ. അയ്യോ കോപിക്കല്ലേ. എവിടെ പോകുന്നല്ലേ ചോദിച്ചത്? അടിയം പുത്തൂരം വീട് വരെ ഒന്ന് പോകുക, അവിടെ പരമാനന്ദ സുഖമാണ്. ഉണ്ണിയാർച്ചമ്മയെന്ന് കേട്ടിട്ടുണ്ടോ? ആ തമ്പുരാട്ടിയുടെ നേരാങ്ങളെയാണ് ആരാമിച്ചേടോ. അങ്കത്തട്ടിൽ വെച്ചും അച്ഛൻ ചന്തു കുത്തിക്കൊന്നു. ആ കഥ അടിയം പാടി നടക്കുകയാണ്. അടിയന്റെ ഒടുക്ക് തല്ലി പൊട്ടിച്ചെങ്കിൽ തന്നെ അടിയന് ഒത്തിരി നടക്കണം. നമസ്കാരം. കോട്ടയം ഇറങ്ങിച്ച തിരുമേനിയെ. എന്താടാ ശുഭ? തിരുമേനി ഒരു ചേകോച്ചക്കം മരുന്നുണ്ട്, അവനോടൊന്ന് ചോദിച്ചു നോക്കാം. ആ ചോദിച്ചോളൂ, വിരോധമില്ല. ആ എന്താടാ ദേവപ്പയ്യ ഇത്ര സൂക്ഷിച്ചു നോക്കുന്നത്? നമ്മെ മനസ്സിലാവാണ്ടായോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ തിരുമനസേ. ഇളമന്നൂർ മഠത്തിലെ കൊമ്പനെന്ന് കേട്ടിട്ടുണ്ടോടാ? ഓ, ഇളവന്നൂർ മഠത്തിലെ കൊമ്പൻ, ഒറ്റ കൊമ്പൻ. ആ കൊമ്പൻ ഈ തിരുമേനിയുടെ വകയ. കഷ്ടം, നമ്മുടെ കൊമ്പനെ അറിയും, നമ്മെ അറിയില്ല. കൊമ്പനൊക്കെ സുഖമായിരിക്കുന്നോ തിരുമേനി? കൊമ്പനൊക്കെ വളരെ സുഖമായിരിക്കുന്നു, പക്ഷേ അവനൊന്ന് പ്രസവിച്ചു. ആ പിഴച്ച നടത്തം കണ്ടപ്പോഴേ ഞാൻ നിറച്ചു അവൻ പ്രസവിച്ചു. നോവ് ഉപേക്ഷിച്ചോ? പ്രസവിച്ചു എന്ന് പറഞ്ഞ ആ ക്ഷണം നോവ് ഉപേക്ഷിച്ചു. ശിശു നമ്മുടേതല്ല, നമ്മുടെ ഗുണമില്ല, നമ്മുടെ നിറമില്ല, നമ്മുടെ ഒന്നുമില്ല. പാവൻ തിരുമേനി ശുദ്ധീകരിക്കാരനല്ലേ? ഇല്ലത്തെ അടിച്ചു തെളിക്കുന്ന പാർവതിരെ കുട്ടിയാനെ പോലെ ആ നടപ്പും ആ എടുപ്പും ആ വെളുപ്പും ഒക്കെ കണ്ടിട്ട് തിരുമേനി ശതോന്ന് കേറിയ ഒരു ബന്ധം വെച്ചു. ബന്ധം മാത്രമേ വെച്ചുള്ളൂ, പുടവ കൊടുത്തില്ല. ഓഹോ, പുടവ കൊടുത്തില്ല എന്ന് പറഞ്ഞ നാട്ടുകാർ വിടുവോ തിരുമേനി? അവരെല്ലാവരും കൂടി പാർവതിക്ക് ഒരു പേരിട്ട് വിളി തുടങ്ങി, തിരുമേനിയുടെ കൊമ്പൻ, തിരുമേനിയുടെ കൊമ്പൻ. ഇപ്പോ എന്താ സ്ഥിതി? വെളിക്കോട്ട് ഇറങ്ങിയാൽ അഷ്ടദിക്കുന്നു ചോദ്യ. എന്തോന്ന്? തിരുമേനിയുടെ കൊമ്പന് സുഖാണോ? അത് ശരി. തിരുമേനി ഇപ്പൊ എവിടെ പോണു? ഒരു വേലിക്ക് പോവാ. ഓലശ്രീ നാട്ടിലെ രാജപുത്രി കുഞ്ഞിക്കന്നെ വേഗം ഇടുക്കി എന്നാ കേൾവി. തിരുമേനിക്ക് എത്ര വയസ്സായി? വയസ്സ് ഒരു പ്രശ്നമല്ല, മനസ്സിന് ബലം മതി. എന്താ കുട്ടി? നമുക്ക് ആ കോരപ്പഴൊന്ന് കടത്തി തരും. വാ, നടന്നോളൂ. നടന്നോളൂ. കുട്ടി, നോമിനി കോലശ്ശേരി നാടോളം പോണമെന്നുണ്ടോ? വേണ്ട. നീ പോയി ആ കുട്ടിയെ ഇങ്ങ് പിടിച്ചുണ്ടോ വന്നോളൂ. നല്ല കൗതുകമുള്ള കുട്ടി. നമുക്ക് പിടിച്ചിരിക്കണോ? അമ്മോ, പാണനാമേ, പാലവേ. അമ്മോ, കാണുന്ന കാവിലെ പൂരത്തിനെല്ലാം ഞാൻ പാണനെ തിരയിച്ചു, കണ്ടില്ല.
അമ്മോ, ഏറെ കൊല്ലങ്ങളായി അടിയൻ ഇരുന്നൊന്നുണ്ടിട്ട് കണ്ണടച്ചൊന്നുറങ്ങിയിട്ട് കാല് പോകുന്നത് വരെ പോകും, നാക്ക് കൊടയുന്നത് വരെ ആരോമത്തമ്പ്രാനെ പറ്റി പാടും. വല്യമ്പ്രാനെ പാടും. അയ്യോ തന്ത്ര വേണ്ട, ഇത്തിരി മാറിയിരുന്നുണ്ട്. വേലേറെ കൊണ്ട് നേരായ അഴക്ക് വേർപ്പ് അതല്ല. നേര് അല്ലയോടെ ആർക്കും വേർപ്പും മനസ്സിൽ നേരും നിറയുണ്ടല്ലടാ പാട. സന്തോഷം കൊണ്ട് എന്റെ ചങ്കു പൊട്ടി ചത്തുപോകുന്നതോ. നീ മരിക്കില്ലടാ പാട. മലയാളക്കര വായുവോളം നീ ജീവിക്കും. നീ ഇല്ലേ, ഞാനില്ല. ഈ പുത്തൂരം വീടുമില്ലടാ പാട. കൈ കഴിയും പാനൽ മോളെ, പാണൻ കയ്യിൽ വെള്ളം വെച്ച് കൊടുക്കും. അതിന് സങ്കടം വന്നേ. സ്നേഹിക്കുന്നവർക്ക് ഉയിര് കൊടുക്കാൻ മടിയില്ലാത്തവരാ പുത്തൂരം അറിയാതെ ഉണ്ണുമ്പോൾ വന്നാൽ ചോറ് തരും, തേക്കുമ്പോൾ വന്നാൽ എണ്ണ തരും, കോടി കൊടുക്കുമ്പോൾ ഒന്ന് തരും. എന്റെ പൊന്നുമോ ആരോമലിന്റെ തേരും നേരും തെളിക്കുന്നത് നീയാണ്. നീ ഇനി എങ്ങും പോകരുത്. പുത്തൂരം വീട്ടിലെ കാരണവന്റെ കൂടെ തന്നെ നീ ഇരിക്കണം. നീ ഈ കുടിയിൽ കിടന്നേ ചാകാവ് പാടാം.